നമസ്കാരം. ചെറിയ പ്രായത്തിലുള്ള മക്കളുള്ള എല്ലാ മാതാപിതാക്കളും ഈ വീഡിയോ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു വാർത്ത ഒരുപക്ഷെ നിങ്ങളും വായിച്ചു കാണും. വഞ്ചിയൂർ തിരുവനന്തപുരത്ത് 28 വയസ്സുള്ള മകനെ ഒരച്ഛൻ അടിച്ചു കൊന്നു. അവനെ കൊല്ലാനായിട്ട് അദ്ദേഹം അടിച്ചതല്ല. അദ്ദേഹം അടിച്ച അടി മാരകമായി പോയി. അവൻ ഏതാണ്ട് 1 മാസത്തോളം ആശുപത്രിയിൽ കിടന്ന ശേഷമാണ് മരിക്കുന്നത്. ഒക്ടോബർ മാസം 9-ാം തീയതിയാണ് ഈ സംഭവം നടന്നതായിട്ട് പത്രത്തിൽ കണ്ടത്. വഞ്ചിയൂരിൽ വിനയാനന്ദ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ്റെ 28 വയസ്സുകാരനായ ഹൃതിക് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് മരണപ്പെട്ടത്. പ്രശ്നം പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്തയനുസരിച്ച് ഈ ചെറുപ്പക്കാരൻ അച്ഛനോടും അമ്മയോടും അവൻ ഏതാണ്ട് ഒരു 50 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു ആഡംബര വാഹനം വേണമെന്ന് ആവശ്യപ്പെട്ടു. മുമ്പൊരിക്കൽ ഇതേപോലെ അവൻ ആവശ്യപ്പെട്ടതനുസരിച്ച് വീട്ടുകാർ പണം അവിടെ നിന്ന് ഇവിടെ നിന്നുമൊക്കെ അറേഞ്ച് ചെയ്ത് ഏതാണ്ട് 17 ലക്ഷം രൂപ വിലയുള്ള ഒരു ബൈക്ക് വാങ്ങി നൽകി. എന്നാൽ ആ ബൈക്ക് അവന് പിന്നീട് ഇഷ്ടപ്പെടാതെ വരികയും അവന് കുറേ കൂടി വില കൂടിയ മറ്റൊരു നല്ല വാഹനം വേണമെന്നുള്ള ആവശ്യം അച്ഛൻ്റെയും അമ്മയുടെ മുമ്പിൽ വയ്ക്കുകയും അത് പറ്റില്ലെന്ന് അച്ഛനും അമ്മയും പറയുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ഈ ചെറുപ്പക്കാരൻ അച്ഛനെയും അമ്മയെയും അസഭ്യം പറയുകയും അവരോട് വഴക്കിടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബർ 21 അവൻ്റെ ജന്മദിനമായിരുന്നു. അപ്പോൾ ആ ജന്മദിനത്തിന് എന്തു വന്നാലും തനിക്ക് വാഹനം കിട്ടിയേ തീരൂ എന്നവൻ വാശി പിടിച്ചു. അത് പറ്റില്ല എന്ന് അച്ഛൻ തീർത്തു പറഞ്ഞപ്പോൾ അവൻ അച്ഛനെ ആക്രമിച്ചു. അവൻ്റെ അമ്മ പോലീസിന് കൊടുത്ത മൊഴി അനുസരിച്ച് അവനൊരു വാക്കത്തി കൊണ്ട് അച്ഛനെ വെട്ടാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം കയ്യിൽ കിട്ടിയ ഒരു കമ്പിവടിയെടുത്ത് അവനെ അടിച്ചതാണ്. ആ അടി അവൻ്റെ തലയിലാണ് കൊണ്ടത്. അപ്പോൾ തന്നെ അവൻ ബോധം കെട്ട് താഴെ വീണു. അദ്ദേഹം തന്നെ അവനെ കൊണ്ട് ആശുപത്രിയിലാക്കി. നവംബർ 25-ാം തീയതി അവൻ മരണപ്പെട്ടു. ഇപ്പോൾ ഈ വാർത്ത നമ്മൾ കാണുമ്പോൾ മറ്റെങ്ങോ നടന്ന ഏതോ വീട്ടിൽ നടന്ന ഒരു പ്രശ്നമായിട്ട് കണ്ട് നമ്മളതിനെ തള്ളിക്കളയും. എന്നാൽ നിങ്ങൾ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ കാണുന്നുണ്ടാവും. അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, സഹോദരൻ സഹോദരനെ കൊല്ലുന്നു, അമ്മ മക്കളെ കൊല്ലുന്നു. ഈ വാർത്തയോടൊപ്പം ഞാൻ മറ്റൊരു വാർത്ത കൂടി വായിച്ചിരുന്നു. അത് വടക്കിവിടെയോ നടന്ന ഒരു സംഭവമാണ് നമ്മുടെ സംസ്ഥാനത്ത്. 26 വയസ്സുള്ള ഒരു ജ്യേഷ്ഠൻ 24 വയസ്സുള്ള അവൻ്റെ അനുജനെ അവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവൻ്റെ കഴുത്തിൽ കത്തിയിറക്കി കുത്തി കൊലപ്പെടുത്തി. എന്തോ സാമ്പത്തിക പ്രശ്നമാണ് കാരണമെന്നാണ് പറയുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, ഒരു കൊലപാതകമോ മരണമോ സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇതൊക്കെ വാർത്തയാവുന്നത്. എന്നാൽ അത്രയൊന്നും പോകാതെ പല വീടുകളിലും കുട്ടികളെ കൊണ്ട് പ്രശ്നം അനുഭവിച്ച് ജീവിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. സ്വന്തം മക്കളിൽ നിന്നും ഭീഷണി നേരിട്ടുകൊണ്ട് സ്വന്തം മക്കളുടെ ഒപ്പം ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം ഒരുപാട് വീടുകളിലെ അച്ഛനമ്മമാർ നേരിടുന്നുണ്ട്. ഇതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇപ്പോഴെങ്കിലും ചിന്തിച്ചില്ലെങ്കിൽ പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോകും. കുട്ടികൾ, ഇന്നത്തെ കാലത്തെ കുട്ടികളും ചെറുപ്പക്കാരുമൊക്കെ ഇത്തരത്തിൽ വയലൻ്റായിട്ട് മാറുന്നതിന് വളരെ വലിയ ഒരു കാരണമുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല, അത് പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നം തന്നെയാണ്. അതായത് കുട്ടികളെ വളർത്താൻ അറിയാത്ത അച്ഛനമ്മമാർ. പഴയ കാലത്ത് 5, 6, 7, 8 കുട്ടികളുള്ള അച്ഛനും അമ്മയ്ക്കും ആ മക്കളെ വളർത്താൻ അറിയാമായിരുന്നു. എന്നാൽ ഇന്ന് മിക്ക വീടുകളിലും ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടികൾ. ഈ 2 കുട്ടികളെ പോലും ശരിയായ ദിശാബോധത്തോടെ വളർത്താൻ അച്ഛനമ്മമാർക്ക് അറിഞ്ഞുകൂടാ. ബാഡ് പേരൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഒരു പർട്ടിക്കുലർ സംഭവത്തെക്കുറിച്ച് മാത്രം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഈ ചെറുപ്പക്കാരൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയായി പോയത് എന്ന് ചോദിച്ചാൽ ആരും പറയാതെ തന്നെ നമുക്കറിയാം. ഇവനെ അവൻ്റെ അച്ഛനും അമ്മയും വളർത്തിക്കൊണ്ട് വന്നത് അത്തരത്തിലാണ്. ഇവൻ ചെറുപ്പം മുതൽ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഈ അച്ഛനമ്മമാർ സാധിച്ചു കൊടുക്കുമായിരുന്നു. ഈ അച്ഛൻ്റെയും അമ്മയുടെയും വിചാരം, ഞങ്ങളുടെ മകന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, അവൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാനല്ലെങ്കിൽ പിന്നെ ഞങ്ങളെന്തിനാണ് പേരൻസായിട്ട് ഇരിക്കുന്നത് എന്നാണ് ഇവർ ചെറുപ്പം മുതൽ ചിന്തിച്ചിരുന്നത്. എന്നാൽ അവർ ചെയ്യുന്നത് അവൻ്റെ സ്വഭാവത്തെ നശിപ്പിക്കലാണ് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. അതുകൂടാതെ മറ്റൊന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ ചെറുപ്പക്കാരൻ ചെറിയ പ്രായം മുതൽ തന്നെ മറ്റുള്ള ആൾക്കാരോട് മോശമായിട്ട് പെരുമാറുന്നവനും അവൻ ആവശ്യപ്പെടുന്ന കാര്യം സാധിച്ചില്ലെങ്കിൽ വാശി പിടിക്കുന്നവനും അത് കിട്ടാൻ വേണ്ടി കൂടുതൽ വാശി കാണിക്കുന്നതിനും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവൻ്റെ വാശിയോ കരച്ചിലോ ഒക്കെ കണ്ട് അച്ഛനും അമ്മയും മനസ്സലിഞ്ഞ് അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുത്തുകൊണ്ടിരുന്നു.
അത് പിന്നീട് അവൻ്റെ ഒരു സ്വഭാവമായിട്ട് തന്നെ അങ്ങ് മാറി. വളർന്നു വലുതായപ്പോഴും അവൻ്റെ ആ സ്വഭാവ വൈകൃതത്തിൽ നിന്ന് മാറാനോ അല്ലെങ്കിൽ തൻ്റെ അത്തരത്തിലുള്ള സ്വഭാവം ഒരു തെറ്റായ സ്വഭാവമാണ് തിരിച്ചറിയാനോ അവന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് 28ാമത്തെ വയസ്സുള്ള ഒരു പയ്യൻ, 28ാമത്തെ സാധാരണ പിള്ളേരൊക്കെ ജോലിയൊക്കെ കിട്ടി കല്യാണം കഴിച്ചിട്ടുണ്ടോ, ഇത് 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അച്ഛനോടും അമ്മയോടും തനിക്കൊരു ആഡംബര വാഹനം വേണമെന്ന് പറയുക. അത് നിസ്സാര വിലയുടേതല്ല, 50 ലക്ഷം രൂപയുടെ ഒരു വാഹനം വേണമെന്ന് പറയുക. അപ്പോൾ അവൻ ധരിച്ചു വച്ചിരിക്കുന്നത് താൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ നടത്തിത്തരാനുള്ള 2 വ്യക്തികളാണ് ഈ അപ്പനും അമ്മയും. അവരത് ചെയ്തേ പറ്റൂ, അത് അവരുടെ ഡ്യൂട്ടിയാണ്, അവരതങ്ങനെ ചെയ്യണം എന്നവൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് അവൻ അച്ഛനോടും അമ്മയോടും അത് ആവശ്യപ്പെട്ടതും. അവർ കൊടുക്കാതെ വന്നപ്പോൾ എന്തുകൊണ്ട് അവർ അവരുടെ ദൗത്യം ചെയ്യുന്നില്ല, അവരെന്തുകൊണ്ട് അവരുടെ കടമ ചെയ്യുന്നില്ല എന്ന് കരുതിക്കൊണ്ട് അവരെ ആക്രമിക്കാൻ പോലും അവൻ തുനിഞ്ഞത്. അപ്പോൾ എന്നെ കേൾക്കുന്ന പേരൻസ്, നിങ്ങളുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ ഏത് കാര്യത്തിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്? എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ അച്ഛനമ്മമാർ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ കുട്ടികളുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുക, അവരെ വലിയ സ്കൂളിൽ കൊണ്ടാക്കുക, അവർ പറയുന്ന തുണി വാങ്ങിക്കൊടുക്കുക, അവർക്ക് വണ്ടി വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെർവൻസായിട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവരായിട്ടാണ് ചില പേരൻസ് ജീവിക്കുന്നത്. നമ്മുടെ ഈ പേരൻറ്റിങ്ങിനകത്ത് ഈ 2 തരത്തിലുള്ള പേരൻസ് ഉണ്ട്. അതായത് 2 തരത്തിലുള്ള പേരൻറ്റിങ് കുട്ടികളെ നശിപ്പിക്കാറുണ്ട്. അതിലൊന്ന്, കുട്ടികളെ അമിതമായിട്ട് ശിക്ഷിച്ച് ഒരു ഭീകരമായ അന്തരീക്ഷത്തിൽ വളർത്തുന്ന അച്ഛനമ്മമാരുണ്ട്. അതായത് കുട്ടികൾക്കെന്ന് ശ്വാസം വിടാൻ പോലും അവർ വീട്ടിൽ പറ്റില്ല, എങ്ങനെയെങ്കിലും ഈ നശിച്ച ഇടത്തു നിന്നും അങ്ങ് പോയി കിട്ടിയാൽ മതി എന്ന് ചെറിയ പ്രായം മുതൽ തന്നെ ആ കുട്ടികൾ ചിന്തിക്കും. കുട്ടികൾക്ക് എങ്ങനെയുള്ള അന്തരീക്ഷമാണ് വേണ്ടത്? അവർക്ക് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ സാധിക്കുന്ന, അവർക്ക് സ്നേഹം നൽകുന്ന, കരുതൽ നൽകുന്ന ഒരിടമാണ് അവർക്ക് വേണ്ടത്. ഒപ്പം തന്നെ അവർ കാട്ടിക്കൂട്ടുന്ന തെറ്റുകൾ തിരുത്തി കൊടുക്കാനും വേണ്ടി വന്നാൽ അവരെ ശിക്ഷിക്കാനുമുള്ള ആൾക്കാരും അവിടെ ഉണ്ടാവും. എപ്പോഴും അവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ മോനെ ചക്കരയെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുക എന്നുള്ളതല്ല. അവരൊരു ശരിയല്ലാത്ത കാര്യം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരെ തിരുത്തുന്നതും പേരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇന്ന് ശരിയല്ലാത്ത കാര്യം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്ത പേരൻസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കുട്ടിക്ക് പനി വരുമ്പോൾ പാരസെറ്റമോളും കഫ് സിറപ്പും വാങ്ങിക്കൊടുക്കുന്ന പേരൻസ് അറിയുന്നുണ്ടോ അത് ആ കുട്ടിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കുമെന്ന്? ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ. കുട്ടികൾക്ക് കൊക്കക്കോള വാങ്ങിക്കൊടുക്കുക, ജങ്ക് ഫുഡ് വാങ്ങിക്കൊടുക്കുക. കാരണം മോൻ ആവശ്യപ്പെട്ടതാണ്, അവനിത് വേണം. എന്നാൽ ഇതവൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുമെന്ന് ഈ പേരൻസിന് അറിഞ്ഞുകൂടാ. ഞാനതാ പറഞ്ഞ പേരൻറ്റിങ്ങിൻ്റെ കുഴപ്പങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേയേറെ പറയാനുണ്ട്. പക്ഷേ ഇവിടെ ഈ പർട്ടിക്കുലർ സംഭവത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പയ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുത്തുകൊണ്ട് വന്നിരുന്ന പേരൻസിന് അവസാനം അവൻ്റെ ആ സ്വഭാവം ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയെന്ന് തിരിച്ചറിവുണ്ടായപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു. നേരെ മറിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കുട്ടി വാശി പിടിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധം പിടിക്കുമ്പോൾ അവന് ശക്തമായ താക്കീത് കൊടുക്കുകയും നീ അത് നിർത്തുന്നതാണ് നിനക്ക് നല്ലത് എന്നവരോട് പറയുകയും അവൻ വീണ്ടും അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടി വന്നാൽ ശിക്ഷ കൊടുക്കുകയും വേണം. എന്നാൽ ഇന്ന് കുട്ടികൾക്ക് ശിക്ഷ കൊടുക്കുന്ന പേരൻസ് എങ്ങും തന്നെ ഇല്ല. അതിന് പേരൻസിനെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മുടെ കുട്ടികളെ, അതായത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന കുട്ടികളെ ഒരു അച്ഛനോ അമ്മയോ ഒരു അടി കൊടുത്ത് ആ അടിയുടെ പാട് അവൻ്റെ കയ്യിലോ കാലിലോ വീണാൽ മിക്കവാറും പിറ്റേ ദിവസം പോലീസുകാർ വീട്ടിലെത്തിയിട്ട് അച്ഛൻ മകനെ പീഡിപ്പിച്ചു അല്ലെ മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി എന്ന പേരിൽ കുറേയേറെ വൃത്തികെട്ട നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, പണ്ടത്തെ കാലത്ത് സ്കൂളുകളിൽ കുട്ടികൾ പോകുമ്പോൾ അധ്യാപകർ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. സ്കൂളിലാണ് കുട്ടികൾ അവരുടെ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. എന്നാൽ അവിടെ ഒരു കെട്ട് പുസ്തകങ്ങൾ കൊണ്ടുപോയി ഒരു ഗുണവുമില്ലാത്ത കുറച്ച് സബ്ജക്ട്സ് വായിച്ച് പഠിച്ച് അവരുടെ ജീവിതം വേസ്റ്റാക്കി കളയുന്നതല്ലാതെ ഒരു ഗുണവും അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നില്ല. മിനിമം അവരുടെ സ്വഭാവമെങ്കിൽ നന്നാക്കിയെടുക്കാൻ അധ്യാപകർക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്കും അത് പറ്റില്ല. ഈ അടുത്ത സമയത്ത് ഒരു അധ്യാപകൻ്റെ പ്രസംഗം ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് കുട്ടികളെ സ്നേഹിക്കാനും പറ്റില്ല, ശിക്ഷിക്കാനും പറ്റില്ല. സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് പോക്സോയാകും, ശിക്ഷിച്ചാൽ അത് പീഡനമാകും. നിങ്ങൾക്കറിയാം, ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു കുട്ടിയെ ഒരു സാറ് ഒരു സ്കൂളിൽ ഒരു അടി കൊടുത്തു, അവനെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അദ്ദേഹം ഒരു അടി കൊടുത്താൽ ആ കുട്ടി അത് വീട്ടിൽ വന്ന് പറയും. അപ്പോഴേക്കും അച്ഛനും അമ്മയ്ക്കും അങ്ങ് നോവും, എൻ്റെ മോനെ അടിച്ചോ എങ്കിൽ അവനെ കാണിച്ചു കൊടുക്കാം. നേരെ ഒരാളെയും കൂട്ടിക്കൊണ്ട് സ്കൂളിൽ ചെല്ലും.
എന്നിട്ട് അവിടെ ബഹളമുണ്ടാക്കി ആ സാറിനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടണം, അയാൾ എൻ്റെ കുഞ്ഞിനെ ദ്രോഹിച്ചവനാണ്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അതുകൊണ്ടെന്താണ് സംഭവിക്കുന്നത്? കുട്ടികൾ അവർക്കിഷ്ടമുള്ളതുപോലെ വളരുകയാണ്. അച്ഛനമ്മമാരടിച്ചു കഴിഞ്ഞാൽ പോലീസ് കേസ്, സാറന്മാരടിച്ചു കഴിഞ്ഞാൽ പോലീസ് കേസ്. അപ്പോൾ കുട്ടികളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശിച്ച് നന്നാക്കാനോ അവരെ നേർവഴിക്ക് നയിക്കാനോ ആരുമില്ലാത്ത ഒരവസ്ഥയും അതിൻ്റെ ഒപ്പമാണ് അറിവില്ലാത്ത പേരൻസ് കുട്ടികളുടെ സകല കാര്യങ്ങളും സാധിച്ചു കൊടുത്തുകൊണ്ട് അവരെ തന്നിഷ്ടക്കാരാക്കി, അതായത് പണത്തിൻ്റെ മൂല്യം അറിയാതെ, ജീവിതത്തിൻ്റെ വില അറിയാതെ അവരെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഇത്തരം കുട്ടികളൊക്കെ വളർന്ന് വലുതായി വിവാഹം കഴിച്ചു കഴിയുമ്പോൾ അവരുടെ വിവാഹം തകർന്നു പോകുന്നതിൻ്റെ പ്രധാന കാരണം അവർക്ക് ജീവിതത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളൊരു കാഴ്ചപ്പാടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പേരൻസിനോട് ഞാൻ മുമ്പ് ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനാണ്. നിങ്ങൾ പരമപ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ പെരുമാറ്റവും സ്വഭാവവുമാണ്. നിങ്ങളുടെ കുട്ടികൾ നന്നായിട്ട് പെരുമാറുന്നവരാണോ? അവർ മറ്റുള്ളവരോട് ശരിയായ രീതിയിൽ ഇടപെടുന്നവരാണോ? ഒപ്പം തന്നെ അവർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണോ ഒരു കുട്ടി എന്ന നിലയിൽ ആ കുട്ടിക്ക് ഉള്ള ഉത്തരവാദിത്തങ്ങൾ, ആ ഉത്തരവാദിത്തങ്ങൾ ആ കുട്ടി ശരിയായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം, അത് ഉറപ്പാക്കണം. സർവ്വപ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ആ കുട്ടി നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്നുള്ളതാണ്. അവൻ്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അവളുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ദുസ്വഭാവം അവർക്കുണ്ടെങ്കിൽ അത് തിരുത്താൻ നിങ്ങൾ കടപ്പെട്ടവരാണ്. നിങ്ങൾ ഇവരെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് അങ്ങോട്ട് ചെന്ന് പറയണം: സാറേ, എൻ്റെ മകനോ മകളോ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്താൽ, മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറിയാൽ, ആരെയെങ്കിലും അധിക്ഷേപിക്കുന്നത് കണ്ടാൽ, ആരോടെങ്കിലും അസഭ്യം പറഞ്ഞാൽ, ആരെയെങ്കിലും പരിഹസിച്ചാൽ നിങ്ങൾ അവർക്ക് ശിക്ഷ കൊടുക്കണം. ഈ കുട്ടി ഒരിക്കലും മോശമായിട്ട് പെരുമാറാൻ പാടില്ല. അവൻ മറ്റുള്ളവർക്കൊരു ശല്യമാകാൻ പാടില്ല. അവൻ എപ്പോഴും മറ്റുള്ളവർക്ക് ഗുണം മാത്രമേ ചെയ്യാവൂ. ഒരു കുട്ടിയുടെ കരിയർ സക്സസ്സിനോ അവൻ നാളെ ഉണ്ടാക്കാൻ പോകുന്ന പണത്തിനോ വെട്ടിപ്പിടിക്കാൻ പോകുന്ന നേട്ടങ്ങൾക്കോ അല്ല നമ്മൾ വില കൊടുക്കേണ്ടത്. അതൊക്കെ ഓരോരുത്തരുടെ നിയോഗമനുസരിച്ച് കിട്ടുന്നത് പോലെ കിട്ടും. അതിൻ്റെ പിന്നാലെ നമ്മൾ പോകേണ്ട കാര്യമില്ല. മറിച്ച് ആ കുട്ടി എന്ത് തന്നെ ജോലിക്ക് പോയാലും, നാളെ അവൻ ബിസിനസ് ചെയ്താലും, ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും, അതല്ലെങ്കിൽ അവനൊരു പട്ടാളക്കാരനായാലും, പോലീസുകാരനായാലും, കളക്ടറായാലും, എന്ത് തന്നെയായാലും, ഇനി ഒരു കൂലിപ്പണിക്കാരനായാലും ശരി, അവൻ്റെ സ്വഭാവം നല്ലതാണെന്നുണ്ടെങ്കിൽ അവൻ എല്ലായിടത്തും സക്സസ്ഫുള്ളായിരിക്കും. നേരെ മറിച്ച് അവന് മറ്റുള്ള ആൾക്കാരുടെ റെസ്പെക്റ്റ് ഇല്ല, ബഹുമാനമില്ല, മോശമായിട്ട് സംസാരിക്കുന്നവനാണ്, അസഭ്യം പറയുന്നവനാണ്, അശ്ലീലം പറയുന്നവനാണ് എങ്കിൽ അവൻ എത്ര പണം ഉണ്ടാക്കിയാലും അവന് സമാധാനത്തോടെ ജീവിക്കാനും പറ്റില്ല, ഒരാളും അവനെ ഇഷ്ടപ്പെടുകയുമില്ല. ചില സമയത്ത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സ്വന്തം വീട്ടിൽ അവൻ മൂലം ഉണ്ടായെന്നും ഇരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പേരൻസ് ഇനിയെങ്കിലും മനസ്സിലാക്കണം: നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പണത്തിൻ്റെ മൂല്യം അറിഞ്ഞും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരോടുള്ള അവരുടെ പെരുമാറ്റത്തിൽ അവർ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളാക്കിയും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ശരിയായിട്ട് നിറവേറ്റാൻ പ്രാപ്തിയുള്ളവരാക്കി വളർത്തുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ ഈ കുട്ടികൾ നാളെ നിങ്ങൾക്കും സമൂഹത്തിനും ഒരു ബാധ്യതയായിട്ട് മാറും. ഇപ്പോൾ ഈ വീട്ടിൽ സംഭവിച്ചതും അതുതന്നെയാണ്. നിങ്ങൾ ഒരിക്കലും, ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടികൾക്ക് വാഹനങ്ങൾ വാങ്ങിക്കൊടുക്കരുത്. നിങ്ങളുടെ മകനോ മകൾക്കോ 17, 18, 20 വയസ്സായി കഴിഞ്ഞാൽ അവരൊരു വണ്ടി വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളവരോട് പറയേണ്ടത്: നീ സ്വന്തമായിട്ട് പണമുണ്ടാക്കിയിട്ട് വണ്ടി വാങ്ങും. നിങ്ങളുടെ വീട്ടിലൊരു വാഹനമുണ്ടെങ്കിൽ അവർക്ക് ഓടിക്കാൻ കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർക്കായിട്ടൊരു വാഹനം വാങ്ങി നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. അവർ അത് സ്വന്തം പണം കൊണ്ട് മാത്രമേ വാങ്ങാവൂ. നിങ്ങളുടെ കയ്യിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ പണമെടുത്ത് നിങ്ങളുടെ മകനോ മകൾക്കോ അത് വാങ്ങി കൊടുക്കരുത്. കാരണം അവൻ സ്വന്തം പണം കൊണ്ട് ജീവിക്കേണ്ടവനാണ്. അത് വീട്ടിൽ നിന്ന് പഠിക്കണം. ഇങ്ങനെ മറ്റുള്ളവരുടെ പണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടാമെന്ന് കരുതുന്ന ആൾക്കാരാണ് പിന്നീട് പല അതിക്രമത്തിനും പോകുന്നത്, പലതരത്തിലുള്ള അഴിമതികൾക്കും കൂട്ടു നിൽക്കുന്നത്. എന്നാൽ ഞാൻ അധ്വാനിച്ച പണം കൊണ്ട് മാത്രമേ ഞാൻ ജീവിക്കൂ എന്ന ഒരു ഡിസിഷൻ ഒരു കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടിയെപ്പോലെ വ്യക്തിത്വമുള്ള മറ്റൊരു കുട്ടി ഉണ്ടാവില്ല. നിങ്ങൾ അവരെ ക്ലാസ്സിൽ ഫസ്റ്റ് മേടിച്ചോ എന്നല്ല നോക്കേണ്ടത്, മറിച്ച് ആ കുട്ടി നല്ല കുട്ടിയാണോ എന്നാണ് നോക്കേണ്ടത്. ആ കുട്ടി നല്ല കുട്ടിയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് വന്നു ചേർന്നോളും. നേരെ മറിച്ച് അവരുടെ സ്വഭാവം നല്ലതല്ല എന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെ നേടിയാലും അതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരെ ശരിയായിട്ട് സ്നേഹിക്കുക, അവരെ ശിക്ഷിക്കേണ്ടപ്പോൾ ശിക്ഷിക്കുക, അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ മാത്രം സാധിച്ചു കൊടുക്കുക. അനാവശ്യമായിട്ടുള്ള ഒരാവശ്യവും നിങ്ങൾ അംഗീകരിക്കരുത്, സാധിച്ചു കൊടുക്കരുത്. താങ്ക് യു.